സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ബൈബിളിലെ ബുദ്ധിമാനായ സോളമൻ്റെ കഥയും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും തമ്മിലുള്ള ബന്ധമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിലെ പഴയ നിയമത്തിലെ രാജാക്കന്മാരെന്ന ഭാഗത്തുള്ള ദാവീദ് രാജാവിൻ്റെ മകൻ നീതിമാനായ സോളമൻ അഥവാ ബുദ്ധിമാനായ സോളമൻ്റെ കഥയും കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. വളരെ അടുത്ത ഒരു ബന്ധമുണ്ട്. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സോളമനെ ബുദ്ധിമാനായ സോളമൻ, നീതിമാനായ സോളമൻ എന്നൊക്കെ വിളിക്കപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരിക്കൽ സോളമൻ്റെ മുമ്പാകെ ഒരു സങ്കീർണമായ പ്രശ്നം നീതി നിർവഹണത്തിന് വേണ്ടി എത്തപ്പെട്ടു. പണ്ട് ഈ രാജാക്കന്മാർ നീതി നടത്തുന്നത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെയും തോന്നിയതുപോലെയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ല. ഈ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും രാജാവ് തന്നെയാണ്. രാജാവ് ഒരുത്തനെ കൊന്നാൽ ആരും ചോദിക്കാനില്ല. നിയമമെന്ന് പറയുന്നത് തന്നെ രാജാവ് പറയുന്നതാണ്, അല്ലെങ്കിൽ രാജാവ് ചെയ്യുന്നതാണ്. ദി കിങ് ക്യാൻ ഡു നോ റോങ്. രാജാവിന് ഒരു തെറ്റും ചെയ്യാനൊക്കത്തില്ല എന്നുള്ളതാണ് വിവക്ഷ. അപ്പോൾ രണ്ട് സ്ത്രീകൾ ഒരു കുട്ടിയുടെ മാതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കവുമായിട്ടാണ് സോളമൻ്റെ അടുത്ത് വരുന്നത്. ഒരു സ്ത്രീ പറഞ്ഞു, മഹാപ്രഭു, ഈ കുട്ടി എൻ്റേതാണ്. മറ്റേ സ്ത്രീ പറഞ്ഞു, മഹാരാജാവേ, ഈ കുട്ടി എൻ്റേതാണ്. അപ്പോൾ ഈ കുട്ടി എനിക്ക് വിട്ടുകിട്ടണം. കാര്യം ചോദിച്ചപ്പോൾ ഈ രണ്ടമ്മമാരും രണ്ട് കുട്ടികളെ ഏതാണ്ട് അടുത്ത കാലത്ത് പ്രസവിച്ചു. ഒരു കുട്ടി മരണപ്പെട്ടു പോയ കുട്ടിയെ തൻ്റെ അടുത്ത് ആക്കി ജീവനുള്ള തൻ്റെ കുഞ്ഞിനെ അവൾ തട്ടിയെടുത്തു എന്നാണ് രണ്ട് സ്ത്രീകളും പറയുന്നത്. രാജാവ് പറഞ്ഞു, പെറ്റമ്മ തന്നെ പോറ്റമ്മയാകണം, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോഴിവിടെ ആരാണ് പെറ്റമ്മ എന്ന് തീരുമാനിക്കാൻ നിർവാഹമില്ല. ആ സാഹചര്യത്തിൽ രാജാവ് പറഞ്ഞു, ഒരു ഡെസ്ക് കൊണ്ടുവരണം. രാജാവ് വാള് കയ്യിലെടുത്തു. രാജാവ് പറഞ്ഞു, ഞാൻ എൻ്റേതായ നിലയിൽ ഈ കാര്യത്തിൻ്റെ തീരുമാനം എടുക്കാൻ പോവുകയാണ്. അത് വേറൊന്നുമല്ല, ഈ കുട്ടിയെ രണ്ടായി വെട്ടിമുറിച്ച് അതിലൊരു കഷണം ഒരു സ്ത്രീക്കും അടുത്ത കഷ്ണം മറ്റേ സ്ത്രീക്കും കൊടുക്കാൻ നാം കൽപ്പിക്കുന്നു. അപ്പോഴേക്കും കുട്ടിയുടെ യഥാർത്ഥ അമ്മ ആ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് കമഴ്ന്നു വീണിട്ട് പറഞ്ഞു, ചക്രവർത്തി തിരുമനസ്സേ, എൻ്റെ കുഞ്ഞിനെ കൊല്ലരുതേ, അതെവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. ആ കുഞ്ഞിനെ അവൾക്ക് തന്നെ വിട്ടുകൊടുക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. രാജാവ് പറഞ്ഞു, യഥാർത്ഥ അമ്മയെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് പെറ്റമ്മ തന്നെ പൊറ്റമ്മയാകട്ടെ, ഈ കുഞ്ഞിനെ ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കും. അപ്പം ഞാൻ ഈ കഥയോട് പറയാൻ കാര്യം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിങ്ങനെയാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇതിലേക്കെല്ലാം തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ പെറ്റമ്മ തന്നെ പോറ്റമ്മയാകുന്നതാണ് മഹാനായ സോളമൻ പറഞ്ഞതുപോലെ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ആരാണ് ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പെറ്റമ്മ? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതിൻ്റെ ശരിയും തെറ്റും ജനങ്ങൾക്ക് നേരിട്ട് പരിശോധിക്കാനുള്ള എല്ലാ സംവിധാനവും ഇന്ന് നാട്ടിലുണ്ടല്ലോ. ഞാൻ പുനലൂർ നഗരസഭയിൽ ഒരു കൗൺസിലറാകുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു വർഷം ഓണത്തിന് അനുവദിച്ച തുക ഒരു വാർഡിലെ 3500 രൂപയാണ്. ഒരു ചെത്തിപ്പറിക്കൽ. കാര്യം മുനിസിപ്പാലിറ്റി പണമില്ല, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെങ്കിലും പണമില്ല. ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ്. ചിലപ്പോൾ ഗ്രാൻറ്റിലൂടെയാണ്, വല്ലപ്പോഴും ഒരു ലോണോ ഗ്രാൻറ്റോ ഒക്കെ വന്നാലായി. അതുകൊണ്ടാണ് തട്ടിമുട്ടി കഴിഞ്ഞുകൂടി പോകുന്നത്. എന്നാൽ 1995 ഞാൻ നഗരസഭയുടെ ചെയർമാനായപ്പോൾ കേരളത്തിൽ വി കെ നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ കേരളത്തിൽ അധികാരത്തിലെത്തി. 96 കാലഘട്ടത്തിൽ 28% നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പദ്ധതി വിഹിതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ചെലവഴിക്കാൻ തീരുമാനിച്ചു സർക്കാർ. പണ്ട് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ തെരുവ് നായ്ക്കളെ പിടിക്കുക, തെരുവ് വിളക്കുകൾ കത്തിക്കുക,
തെരുവ് തൂക്കുക, അത്യാവശ്യം കുടിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു പഞ്ചായത്ത് മെമ്പർക്കോ മുനിസിപ്പൽ കൗൺസിലർക്കോ കാര്യമായ ജോലിയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് 28% പദ്ധതി വിഹിതം താഴേക്ക് കൊടുക്കുന്ന സർക്കാർ. അതോടുകൂടിയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പഞ്ചായത്ത് റോഡ് എവിടെ വേണം, എങ്ങനെ വേണം, നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനുള്ള സ്രോതസ് അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ ഇനി നിങ്ങൾ പറ, ആരാണ് ഈ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പെറ്റമ്മ? അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ പഞ്ചായത്തുകളെയെല്ലാം ശക്തിപ്പെടുത്തിയത്. ആദ്യമായി ജനകീയ ആസൂത്രണം വരുന്ന അന്നാണ്. ജനങ്ങളാൽ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ പദ്ധതികൾ തീരുമാനിക്കുക, അത് നടപ്പിലാക്കുക, അതിൻ്റെ ഗുണഭോക്താവായി മാറുക. ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല. മഹാത്മാഗാന്ധി പണ്ട് ഗ്രാമസ്വരാജിനെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചു. ആ നിലയിൽ സ്വയം നമ്മൾ ശാക്തീകരിക്കുന്ന ഒരു വലിയ മഹത്തായിട്ടുള്ള പ്രക്രിയയാണ് ജനകീയ ആസൂത്രണം. 9ാം പദ്ധതി, ജനകീയ പദ്ധതി, അധികാരം ജനങ്ങളിലേക്ക് എന്ന മുദ്രാവാക്യമാണ് അന്ന് LDF ഗവൺമെൻറ് അവതരിപ്പിച്ചത്. അങ്ങനെ നമ്മൾ മരത്തണലിൽ കൂടിയിരുന്നു, പള്ളിക്കൂടത്തിൻ്റെ തിണ്ണകൾ കൂടിയിരുന്നു, വായനശാലകൾ കൂടിയിരുന്നു. നമുക്കെവിടെയാണ് കുളം വേണ്ടത്, എവിടെയാണ് കുടിവെള്ളം വേണ്ടത്, എവിടെയാണ് റോഡ് വേണ്ടത്, എവിടെയാണ് വായനശാല വേണ്ടത്, എവിടെയാണ് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ വേണ്ടത്, എവിടെയാണ് പള്ളിക്കൂടങ്ങൾ വേണ്ടത്, നിരവധി ആവശ്യങ്ങൾ മനുഷ്യൻ്റെ. അത് നമ്മൾ കൂടിയിരുന്ന് ജനങ്ങൾ വാർഡ് സഭയിൽ തീരുമാനിച്ചതിന് മുൻഗണന കൃത്യമായി അക്കൗണ്ടെടുത്തു. എൻ്റെ അനുഭവം പറഞ്ഞാൽ, വാർഡ് സഭയിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ വികസന സെമിനാറിൽ കൊണ്ടുവരുന്നു. ഒരു നഗരത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധികൾ അവിടെ കൂടുകയാണ്. ജനകീയ പ്രതിനിധികളാണ്. കക്ഷി രാഷ്ട്രീയമോ ജാതി മത വ്യത്യാസങ്ങളോ ഒന്നും കൂടാതെ ഒരു വലിയ വികസന സെമിനാർ. അപ്പോൾ ആ നാട്ടിലെ വായനശാല പ്രതിനിധികൾ, ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ളവർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അഭിഭാഷകർ, കർഷകർ, തൊഴിലാളികൾ, ചുമട്ടുകാർ, നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്നവരൊത്തുകൂടി അവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന തീരുമാനിച്ചാൽ അത് നഗരസഭയിൽ കൊണ്ടുവരിക, അവിടെ മുൻഗണന തീരുമാനിച്ച് പദ്ധതി രൂപപ്പെടുത്തുക. ഒരു വലിയ സംഭവമായിരുന്നു. ഒരു വലിയ ജനകീയ മൂവ്മെൻറ്റാണ്. ലോകത്തിൽ തന്നെ ഒരു വലിയ ജനകീയ മൂവ്മെൻറ്റായിരുന്നു. അങ്ങനെ ജനങ്ങളിലേക്ക് അധികാരം പകർന്നു തന്ന മുന്നണി ഇടതുപക്ഷ മുന്നണിയാണ്. അതുകൊണ്ടാണ് ഈ പെറ്റമ്മ തന്നെ പോറ്റമ്മയാകട്ടെ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കും. എന്നാണ് വനിതാ സംവരണം, 50% വനിതാ സംവരണം കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയതായ UDF ആണോ? BJP ഇവിടെങ്ങും ഇല്ലല്ലോ. അപ്പം ഇത് നടപ്പിലാക്കുന്നത് കേരളത്തിൽ LDF ആണ്. 50% വനിതാ സംവരണം നടപ്പിലാക്കിയത് VS അച്യുതാനന്ദൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. നിസ്സാര കാര്യമല്ല. ഇന്ത്യയിലെ തന്നെ ആദ്യ സംരംഭങ്ങളിൽ ഒന്നായ ഈ വനിതാ സംവരണം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാര്യത്തിൽ വലിയ നാഴികക്കല്ലായി മാറി. സ്ത്രീകൾക്ക് അധികാരം കൊടുത്താൽ എന്തോ അപകടം സംഭവിക്കുമെന്നുള്ള ധാരണ മാറി. സ്ത്രീ ശാക്തീകരണത്തിന് അധികാരവും സമ്പത്തുമാണ് സ്ത്രീകൾക്ക് കൊടുക്കേണ്ടത്. സ്ത്രീകളെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് കൊണ്ടുവരാതെ നമ്മുടെ മഹാഭൂരിപക്ഷം വരുന്ന നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം ശക്തിപ്പെടുത്താൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ പറ, ആരാണ് ഈ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പെറ്റമ്മ? അത് LDF ആണ്. അതുകൊണ്ട് തന്നെ ആ LDF തന്നെ പൊറ്റമ്മയായിരിക്കുകയും വേണം. കുടുംബശ്രീ പ്രസ്ഥാനം ഏതാണ്ട് 50 ലക്ഷം കുടുംബശ്രീ അംഗങ്ങളായപ്പോൾ നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീ മുന്നേറ്റങ്ങളിലൊന്നായി ഒരു ശാക്തീകരണ പ്രക്രിയയായിട്ട് അത് മാറുകയായിരുന്നു. അതൊരു വലിയ സംഭവമായി. കുടുംബശ്രീ നാട്ടിലെ ജനങ്ങളുടെ നാട്ടിൻ്റെ തന്നെ ഐശ്വര്യമായി മാറിയപ്പോൾ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും സ്ത്രീ ശാക്തീകരണം സാധ്യമാകാനും ലഘു സമ്പാദ്യ പദ്ധതികൾ ആവിഷ്കരിക്കാനും അതുപോലെ സർവ്വതോന്മുഖമായിട്ടുള്ള സ്ത്രീകളുടെ കലാ സാംസ്കാരിക കായിക രംഗത്തെ കഴിവുകൾ വർദ്ധിപ്പിക്കാനും അങ്ങനെ പൊതുരംഗത്തേക്ക് സ്ത്രീകളെ വരുന്നതിനും വേണ്ടി ഉദ്ദേശിച്ചുള്ള പദ്ധതി മഹത്തായ വിജയമായി മാറുന്നത് കണ്ടപ്പോൾ അതിൽ അസൂയപ്പെട്ട് കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ജനശ്രീ. നമ്മുടെ MMS ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപജ്ഞാതാവ്. എന്തായാലും പോയ വഴി പുല്ലുകുരുത്തില്ല. ഈ കുടുംബശ്രീയെ തകർക്കാൻ കൊണ്ടുവന്ന ജനശ്രീ ദയനീയമായിട്ട് പരാജയപ്പെടുകയായി. അപ്പോൾ കുടുംബശ്രീയുടെ കാര്യം ഇതെല്ലാം
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് നടപ്പിലാക്കുന്നത്. അങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വലിയ ഇടപെടലുകളുണ്ടായി. അടുത്തത് സാക്ഷരതാ പ്രസ്ഥാനമാണ്. നിങ്ങൾക്കറിയാം, സഖാവ് നയനാർ 1980 കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു പദ്ധതി LDF ഏറ്റെടുക്കുകയായിരുന്നു വയോജന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്. പക്ഷേ 81 അവസാനം 82ഓടെ ആ സർക്കാർ നിലംപൊത്തി. അത് കഴിഞ്ഞ് പിന്നെ അധികാരത്തിൽ വന്നാണ് കരുണാകരൻ സർക്കാർ. ഏതാണ്ട് 82 മുതൽ 87 വരെ ഈ നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം യാതൊരു കാര്യവും നടന്നില്ല. നയനാർ കൊണ്ടുവന്ന ഈ സാക്ഷരതാ പ്രസ്ഥാനം കരുണാകരൻ തകർത്ത് തരിപ്പണമാക്കി. പട്ടിണിയായ മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുത്തോളൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് പുസ്തകം പട്ടിണി മാറ്റുന്നത്? പുസ്തകം നിങ്ങളെ യാഥാർത്ഥ്യബോധമുള്ളവരാക്കി തീർക്കും, നിങ്ങൾക്ക് അറിവ് വർദ്ധിപ്പിക്കും. അങ്ങനെ നാട്ടിൽ നടക്കുന്ന ശരി തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും, സാമൂഹ്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് സമൂഹത്തിൽ ഇടപെടാനും സാധിക്കും. അതിൻ്റെ ഭാഗമായി പട്ടിണിയുടെ കാര്യകാരണങ്ങൾ കണ്ടുപിടിച്ച് അതിനെതിരെ നമുക്ക് സമരം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് പാവപ്പെട്ടവൻ ഇതൊന്നും അറിഞ്ഞുകൂടാ, പഠിച്ചുകൂടാ എന്ന് നിശ്ചയ ബുദ്ധിയുള്ള ഇവിടുത്തെ കോൺഗ്രസ്സുകാർ സാക്ഷരതാ പ്രസ്ഥാനം തകർത്തേരിപ്പണമാക്കി. വീണ്ടും നയനാർ അധികാരത്തിൽ വന്നു. നയനാർ അധികാരത്തിൽ വരുമ്പോഴാണ് ഈ ലോകത്തിലെ തന്നെ യുനെസ്കോ അംഗീകരിച്ച ലിറ്റററി പ്രൈസ് കൊടുത്ത് അംഗീകരിച്ച സാക്ഷരതാ പ്രസ്ഥാനം ഈ കേരളത്തിൽ മഹത്തായിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റമായി മാറുന്നു. ലോകത്തെ തന്നെ മഹത്തായ ഒരു ജനകീയ മുന്നേറ്റമായിരുന്നു. നമ്മൾ ഈ മുനിഞ്ഞു കത്തുന്ന വിളക്കിൻ്റെ മുമ്പിൽ യുവാക്കളും യുവതികളും 85കാരെയും 75കാരെയും 60കാരെയും ഒക്കെ അക്ഷരം പഠിപ്പിച്ചു. നമ്മുടെ സംസ്ഥാനത്തെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സാക്ഷര ജില്ല എന്ന് പറയുന്നത് കോട്ടയമാണ്. എനിക്ക് തോന്നുന്നത് എറണാകുളം ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷര ജില്ലയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗാണ്. ഇത് രണ്ടിലൊന്ന് ഉദ്ഘാടനം ചെയ്തത് VP സിംഗാണ്. സാക്ഷരത ഒരു വലിയ മഹത്തായ പ്രസ്ഥാനമായി മാറിയതിൻ്റെയും കൂടെ ഗുണഭോക്താക്കളാണ് നമ്മളെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ആരാണ് ഈ കേരളത്തിലെ ഈ ശാക്തീകരണ പ്രക്രിയയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പെറ്റമ്മ എന്ന് പറയുന്ന ആരാണ്? അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ്. ഇവിടെ വലിയ തർക്കങ്ങളൊക്കെ പലരും നടത്തുന്നത് കണ്ടു. നമ്മുടെ ഈ പെൻഷൻ, സാമൂഹ്യ പെൻഷൻ തന്നെ വളരെ മോശപ്പെട്ട ഒരു ഏർപ്പാടാണെന്നും അത് ആളുകളുടെ ക്രിയേറ്റിവിറ്റിയെ തകർക്കുമെന്നൊക്കെയാണ് ഈ VD സതീശനെ പോലെയുള്ള പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നത്. സത്യം എന്താ? ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന നമ്മുടെ ഒരു മഹത്തായിട്ടുള്ള ജനങ്ങളുടെ ജീവിത സന്ധാരണത്തിനും അതിദാരിദ്ര്യത്തിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കുന്നതിനും മരുന്ന് വാങ്ങിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു വലിയ സാമൂഹ്യ പെൻഷൻ പദ്ധതിയെ പരിഹസിച്ച ഈ കോൺഗ്രസ്സുകാർ പറയുന്നത് അതിൽ ഞങ്ങൾക്കും പങ്കുണ്ടെന്നാണ്. യഥാർത്ഥ പങ്കെന്തുവാ? 1980 EK നയനാർ കേരളത്തിൽ മുഖ്യമന്ത്രിയായി. അപ്പോൾ 45 രൂപ നമുക്ക് പെൻഷൻ വെച്ചു. അതിനുശേഷം വന്ന കരുണാകരൻ്റെ സർക്കാർ വല്ലതും തന്നോ? ഒരു നയ പൈസ കൂട്ടിയില്ല. വീണ്ടും നയനാർ വന്നു, 15 രൂപയും കൂടെ കൂട്ടി, 60ആയി. വീണ്ടും കോൺഗ്രസ് വന്നു, 5 പൈസ കൂട്ടിയില്ല. വീണ്ടും നയനാർ വന്നു, നയനാർ 60 എന്നുള്ളത് 120 രൂപയാക്കി. പിന്നീടും ഇവിടുത്തെ UDFകാരൊന്നും ചെയ്തില്ലേ? അച്യുതാനന്ദൻ വന്നു. അച്യുതാനന്ദൻ സർക്കാരാണ് 500 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. അതിനുശേഷം ഉമ്മൻചാണ്ടി വന്ന് 100 രൂപ വർദ്ധിപ്പിച്ചു. അതിനുശേഷം പിണറായി സർക്കാർ വന്നു. പിണറായി സർക്കാർ വന്ന് ഈ 600-ൽ നിന്നും 1000 രൂപ കൂടെ വർദ്ധിപ്പിച്ച് 1600 രൂപയാക്കി. 1600 രൂപ ആക്കി അതേ പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ 2000 രൂപയായി. ഇപ്പോഴത് നിങ്ങളുടെ കയ്യിലെത്തി. ഇപ്പം 3600 രൂപ വെച്ച് ഓരോ പെൻഷൻകാർക്കും ലഭിച്ചു. കാര്യം 1600 രൂപ കുടിശ്ശികയും 2000 രൂപ പുതുക്കിയ പെൻഷനും ചേർത്ത് 3600 രൂപ. 2 പേരുണ്ടെങ്കിൽ 7200 രൂപ ഒരു വീട്ടിലെത്തി. നിസ്സാരപ്പെട്ട കാര്യമല്ല. അതേ അവസരത്തിൽ ഇപ്പോൾ ഇവർ പറയുന്നുണ്ട്, പണ്ട് അടൂർ ഫാസിലെ സ്ഥാനാർത്ഥി സാറാമ്മ സിനിമയ്ക്കകത്ത് പറഞ്ഞതുപോലെ തോട്ടുകരയിൽ വിമാനമിറങ്ങാൻ താവളമുണ്ടാക്കും, പണക്കാർക്ക് മരുഭൂമിയാണ്, കൃഷിക്കാർക്ക് കൃഷിഭൂമിയാണെന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ 3 ഇരട്ടി എന്ന് അടൂർ ഫാസി പറയുന്ന പോലെ ആക്കിക്കളയുന്ന പെൻഷൻ. 28 മാസം കുടിശ്ശിക വരുത്തിയവരാണ്. വെറും 500 രൂപ കൊടുക്കാൻ തയ്യാറാവാതെ 28 മാസം ഏതാണ്ട് 120 രൂപ പെൻഷൻ കൊടുക്കാൻ ഒക്കാതെ 16 മാസം
ഈ കുടിശ്ശിക വരുത്തിയ ആളുകളാണ് ഇപ്പോൾ ഈ ന്യായങ്ങളൊക്കെ നടത്തുന്നത്. നമ്മുടെ പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്ന വലിയ മഹത്തായ ഒരു പദ്ധതിയാണ് ഈ ലൈഫ് പദ്ധതി. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ പണ്ട് ഈ കേരളത്തിൽ പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രൻ്റെ തലചായ്ക്കാൻ മണ്ണിനിടമില്ല എന്ന് പാടി ഈ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ ഉണർത്തി വലിയ ജീവിത സമരം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി. ഭൂമിയില്ലാത്തവന് ഭൂമി കൊടുത്തു. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കുടിയെടുപ്പ് അവകാശം നൽകി, ഭൂമി കൊടുത്തു. ഇപ്പോൾ സർക്കാർ 5-നും 6 ലക്ഷത്തിനും ഇടയിലുള്ള ആളുകൾക്ക് തലചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഈ 6 ലക്ഷം ഒന്ന് സങ്കല്പിച്ച് നോക്കണം. തിരുവനന്തപുരത്ത് നിന്ന് നാഷണൽ ഹൈവേയിലൂടെ 6 ലക്ഷം വീടുകളൊന്ന് എണ്ണിപ്പോയി നോക്ക്. അപ്പോൾ അറിയാം നമുക്ക് അതിൻ്റെ വലിപ്പം. അപ്പോൾ ഈ വലിയ പദ്ധതിയാണ് സർക്കാർ നടപ്പിലാക്കിയത്, ലൈഫ് പദ്ധതി എന്ന് പറയുന്നത്. കോൺഗ്രസ്സുകാർ പിരിച്ച കാശ് എവിടെ? അവർ ഈ ദുരന്തത്തിൻ്റെ പേര് പിരിച്ച് വീട് കൊടുക്കാമെന്ന് പറഞ്ഞ കാശ് എവിടെ? യൂത്ത് കോൺഗ്രസ്സുകാർ പിരിച്ച കാശ് മുട്ടടിച്ചു. KPCC ഒരു വലിയ പ്രസ്ഥാനമാണെന്ന്, അവർക്കൊരു 10 വീട് വെച്ച് കൊടുക്കാനൊക്കാത്ത വിധത്തിൽ പിരിച്ച പൈസയ്ക്ക് കണക്കില്ലാതെ നടക്കുകയാണ് നേതാക്കന്മാർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവരുന്ന നല്ല പദ്ധതികളെ എല്ലാം പൊളിച്ച് കളയുക എന്നുള്ളതാണല്ലോ ഇവരുടെ പരിപാടി. മാവേലി സ്റ്റോർ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ അന്താണിയായി വന്നു. അന്നപ്പോഴാണ് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ വാമനൻ്റെ പേരിലൊരു സ്റ്റോർ. അങ്ങനെ ഈ മാവേലി സ്റ്റോറുകൾ തകർത്ത് തരിപ്പണമാക്കാനുള്ള എല്ലാ ശ്രമം നടത്തി. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴി ഇപ്പോൾ ഈ കേരളത്തിൽ കൊടുത്ത ജോലി 3.5 ലക്ഷം ചെറുപ്പക്കാർക്ക്. ഒരു വീട്ടിൽ 4 പേർക്ക് ജീവിക്കാനുള്ള, അമ്മയ്ക്ക് സുഖമില്ല അല്ലെങ്കിൽ അച്ഛന് സുഖമില്ലാതെ, ഒരു പെങ്ങളെ കല്യാണം കഴിപ്പിക്കണം, ഒരു സഹോദരനെ പഠിപ്പിക്കണം, ഇതെല്ലാം ഒരു ചെറുപ്പക്കാരൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഒരു 15 ലക്ഷത്തോളം പേരാണ് ഈ പറയുന്ന 3.5 ലക്ഷം പേരെ ആശ്രയിച്ച് കഴിയുന്നത്. മാത്രമല്ല, അത് ഈ കേരളത്തിലെ ഈ 3.5 ലക്ഷം ചെറുപ്പക്കാർക്ക് കൊടുത്ത തൊഴിൽ ഇന്ത്യയിലെ ആകെ 80%. ഇന്ത്യയിൽ തൊഴിൽ കൊടുത്ത എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വഴി തൊഴിൽ കൊടുത്തവരുടെ 80% ഈ കൊച്ചു കേരളത്തിലാണെന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാവുന്ന കാര്യമാണ്. അതേ അവസരത്തിൽ UDF ഭരിക്കുമ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പൂട്ടിപ്പോയി. അവിടെ പട്ടി പെറ്റ് കിടക്കുകയായിരുന്നു. ഇവിടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലും ഇതേ അവസ്ഥയായിരുന്നു. ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ പട്ടി പെറ്റ് കിടക്കുന്ന ഒരു പടം അന്നത്തെ ഒരു പത്രത്തിൽ വന്നായിരുന്നു. ഞാൻ പറഞ്ഞത് നമ്മളിതെല്ലാം അങ്ങ് മറക്കുകയാണ്. മാവേലി സ്റ്റോറിന് പകരം വാമനൻ സ്റ്റോർ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ പൂട്ടിപ്പോവുക, കുടുംബശ്രീക്ക് പകരം ജനശ്രീ, ഇടതുപക്ഷ മുന്നണി കൊണ്ടുവരുന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ UDF വരിക, അതിനുശേഷം അവർ തകർക്കുക. ഇതാണല്ലോ നാട്ടിൽ നടന്നത്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ലൈഫ് മാത്രമല്ല നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നത്. നമ്മുടെ ആർദ്രം പദ്ധതി നമുക്കറിയാം. താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് പോലെ കിടക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ ചെന്നാൽ അത് 5 സ്റ്റാർ ഹോട്ടൽ പോലെ കിടക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ പോലും അംഗീകരിച്ച ആരോഗ്യ സംവിധാനം നമുക്കുണ്ടെന്ന് മാത്രമല്ല, വികസിത മുതലാളിത്ത രാജ്യമായ അമേരിക്കയെ മറികടന്ന് കുറഞ്ഞ മരണനിരക്കിൽ നമ്മൾ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ കൊച്ചു കേരളം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയത് എങ്ങനെയാണെന്ന് പഠിക്കാൻ ചൈനയിൽ നിന്ന് വിദഗ്ധ സംഘം എത്തി. അവർ പറഞ്ഞു, ഞങ്ങൾ വളരെ ശ്രമകരമായ ഒരു അധ്വാനമാണ് നടത്തുന്നത് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ. ദാരിദ്ര്യം തന്നെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ എങ്ങനെയാണ് ഈ അത്ഭുതകരമായ കാര്യം സാധിച്ചെടുത്തത് എന്നറിയാനാണ് വന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ കേരളം അതിവേഗം മുന്നേറുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മുടെ ജീവിത നിലവാരം എങ്ങനെയാണ്, എന്താണ് വികസനം എന്നുള്ള കാര്യത്തിൽ വളരെ ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് ഐക്യരാഷ്ട്രസഭ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളം ആ നിലയിലാണ് മുന്നേറുന്നത്. മനുഷ്യന് ഭക്ഷണം വേണം, ഭക്ഷണത്തിൽ പോഷകാഹാരം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, ജോലി വേണം, കൂലി വേണം, കൂലി മാന്യമായ വേതനം ലഭിക്കണം. ഇതൊന്നും പോരാ, അന്തസ്സുള്ള ജീവിതവും സമാധാനപരവും സൗഹാർദ്ദപരവുമായിട്ടുള്ള ഒരു ജീവിതവും വേണം. എങ്കിൽ മാത്രമേ വികസനം നടന്നു എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അതാണ് നമ്മുടെ ഈ കൊച്ചു കേരളം എന്നുള്ള കാര്യം അഭിമാനപൂർവ്വം നമ്മൾ ഓർക്കണം. പണ്ടൊരു മഹാരാജാവിൻ്റെ അടുത്ത് ഒരു സ്ത്രീ അലമുറയിട്ട് നിലവിളിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു, മഹാപ്രഭു, എൻ്റെ വീട് കള്ളന്മാർ കൊള്ളയടിച്ചു,
അപ്പോൾ രാജാവ് ചോദിച്ചു, നീ ഉറങ്ങിപ്പോയത് കൊണ്ടല്ലേ നിൻ്റെ വീട് കള്ളന്മാർ കൊള്ളയടിച്ചത്? അപ്പോൾ അവർ പറഞ്ഞു, തിരുമനസ്സേ, ഞാൻ ഉറങ്ങുമ്പോഴും അങ്ങ് ഉണർന്നിരിക്കും എന്ന് ഞാൻ കരുതി. എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും ഉണർന്നിരിക്കണം, കാതുകൾ എപ്പോഴും ചെവികൂർപ്പിച്ചിരിക്കണം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വർഗീയ കലാപങ്ങൾ മൂലം ജീവൻ പൊലിയുന്ന സംഭവങ്ങൾ നിത്യേന ഉണ്ടാകാത്ത സമാധാനപരമായ സൗഹാർദ്ദപരമായ അന്തരീക്ഷമുള്ളൊരു സംസ്ഥാനമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകസ്ഥാനമാണെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ നവോത്ഥാന നായകനായ ഗുരുവിൻ്റെ, അതുപോലെ ചട്ടമ്പി സ്വാമികളുടെ, മഹാനായ അയ്യങ്കാളിയുടെ, ചാവറ അച്ഛൻ്റെയൊക്കെ പിന്മുറക്കാരായി നവോത്ഥാനത്തിൻ്റെ പതാകവാഹകരായി മാറിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. ആ നിലയിലുള്ള നടപടികൾ സ്വീകരിച്ചു വന്നതുകൊണ്ടാണ് കേരളത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന, നിങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നത്. നിങ്ങളുടെ സഹോദരൻ ഒരു ഉപജീവനാർത്ഥം പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ, നിങ്ങളുടെ സഹോദരി സ്കൂളിൽ അധ്യാപികയായി പോയാൽ, മകൻ സ്കൂളിൽ പഠിക്കാൻ പോയാൽ, അവരെല്ലാം വരുമ്പോൾ അവരുടെയൊക്കെ തല ഈ കഴുത്തിന് മുകളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളത് നമ്മുടെ ഈ നാട്ടിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായതുകൊണ്ടും ചോരച്ചെങ്കൊടി ഈ തെരുവോരങ്ങളിൽ പാറിക്കളിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. കാരണം ജീവൻ്റെ വിലയുള്ളതാണ് ഈ വോട്ട്, ജീവിതത്തിൻ്റെ വിലയുള്ളതാണ് ഈ വോട്ട്. നമ്മുടെ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കുന്ന ഛിദ്രശക്തികൾ BJPയുടെ നേതൃത്വത്തിൽ വളരെ അധികം ശ്രദ്ധാപൂർവം നാട്ടിൽ കലാപം ഉണ്ടാക്കി, തെരുമുഴുവൻ രക്തപ്പുഴ ഒഴുക്കി, എന്നിട്ട് മനുഷ്യനെല്ലാം കൊന്ന് ഒടുക്കുമ്പോൾ അവശിഷ്ട മനുഷ്യരുടെ നേതാവാകാൻ കാത്ത് കച്ചകെട്ടിക്കിടക്കുന്ന BJPയിലുള്ള ഛിദ്രശക്തികൾ, SDPയെ പോലെ ഈ ഇന്ത്യയിൽ ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കാൻ നടക്കുന്ന ഛിദ്രശക്തികളെല്ലാം കാതോർത്ത് നിൽക്കുന്ന ഒരു കാലമാണിത്. അപ്പോൾ വർഗീയ കലാപം ഉണ്ടാവും. കൊല്ലുന്നത് എങ്ങനെ ജീവികളെ എന്നാണ് ഗുരുദേവൻ ചോദിച്ചത്. ഇപ്പോൾ ജീവികളുടെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന, ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിൻ്റെ പേര് പറഞ്ഞ് വിഭാഗീയതകൾ സൃഷ്ടിച്ച് മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന, ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഒരു വലിയ ജനവിരുദ്ധ സംസ്കാരം, വർഗീയതയുടേതായിട്ടുള്ള കലാപം, വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്ത് വിതച്ച് നാട്ടിൽ മനുഷ്യനെ കൊല്ലുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക്, ജനങ്ങളെ മതഭ്രാന്തിലേക്ക് നയിക്കാൻ ചില ആളുകൾ ഇവിടെ കച്ചകെട്ടി നടപ്പുണ്ട്. അതിനെതിരെയും നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം. അപ്പോൾ വികസനം എന്ന് പറഞ്ഞാൽ സമാധാനപരമായ ജീവിതവും അന്തസ്സുള്ളതും സമാധാനപരമായിട്ടുള്ള ജീവിതം കൂടി ചേരുന്നതാണ് വികസനം. അതില്ലെങ്കിൽ വികസനമില്ല. ഇന്ന് നമ്മുടെ നാട്ടിലെ വികസനത്തിൽ വലിയ നാഴികക്കല്ലാണ് വിഴിഞ്ഞം തുറമുഖം. ഇപ്പോഴാണല്ലോ യാഥാർത്ഥ്യമായത്. നമ്മുടെ നാട്ടിലെ നാഷണൽ ഹൈവേ നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്, യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ ഗെയിൽ പദ്ധതി, ഇടമൺ കൊച്ചി നമ്മുടെ ഹൈ പവർ പാത, എന്തെല്ലാം വികസനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ മാലിന്യ മലകൾ കേരളത്തിൽ അപ്രത്യക്ഷമായി, അവിടെയെല്ലാം പൂന്തോട്ടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ബ്രഹ്മപുരം പദ്ധതി നിങ്ങൾക്കറിയാവുന്നതാണ്. ഈ കേരളത്തിലെ നാഷണൽ ഹൈവേ മാത്രമല്ല, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ഇതെല്ലാം യാഥാർത്ഥ്യമാവുകയാണ്. ടൂറിസത്തിൻ്റെ കാര്യത്തിൽ വലിയ ഒരു കുതിപ്പാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വ്യവസായത്തിൽ 2 മിനിറ്റ് കൊണ്ട് ഈ കേരളത്തിൽ വ്യവസായം നടത്താൻ സാധിക്കുമെന്ന് ഇന്ത്യയിലെ വ്യവസായികൾ പറയുന്നു. വ്യവസായ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഒന്നാമതായി എത്തിയിരിക്കുന്നു. ക്രമസമാധാന പാലനത്തിൽ ഒന്നാമതാണ്. ഏത് കാര്യത്തിലാണ് ഈ കൊച്ചു കേരളം ഒന്നാമതല്ലാത്തത് എന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ വികസന നേട്ടങ്ങളെ ആകെ തമസ്കരിക്കാനും ഈ വികസന നേട്ടങ്ങളൊക്കെ നഷ്ടപ്പെടുത്താനും മാത്രമായിരിക്കും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിങ്ങൾ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട്, നാട്ടുകാരോട്, വീട്ടുകാരോട്, അയൽക്കാരോട്, പരിചയക്കാരോട് എല്ലാം നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുകയും മനസ്സിലാക്കുകയും അവരുടെ എല്ലാം വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് അനുകൂലമായി രേഖപ്പെടുത്താൻ വേണ്ടി
അക്ഷീണം പ്രയത്നിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ നിങ്ങൾ പരമാവധി പ്രചരിപ്പിക്കണമെന്നും അത് പരമാവധി വോട്ടർമാരിലെത്തിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.